രക്ഷിതാക്കൾക്ക് മകളുടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്ത് പേരിടണമെന്ന കാര്യത്തിൽ യോജിപ്പില്ലായിരുന്നു. അതിനാൽ കുട്ടിക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ അമ്മ ജനന മരണ രജിസ്ട്രാർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു. പക്ഷേ പേര് രജിസ്റ്റർ ചെയ്യാൻ 2 മാതാപിതാക്കളുടെയും സാന്നിധ്യം വേണമെന്ന് രജിസ്ട്രാർ നിർബന്ധിച്ചു. മകളുടെ അച്ഛനുമായുള്ള തർക്കം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ സ്വീകരിച്ച് ജനന സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. ജനന സർട്ടിഫിക്കറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മാതാപിതാക്കളുടെ അപേക്ഷ ആവശ്യമാണോ അതോ അവരിൽ ഒരാൾ മാത്രം മതിയോ എന്ന ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഉയർന്നു. ജനന മരണ രജിസ്ട്രേഷൻ നിയമം പരിശോധിച്ചപ്പോൾ രക്ഷിതാവ് എന്നത് ഏകവചനമായതിനാൽ 2 പേരും ഹാജരാവാതെ തന്നെ ഒരു രക്ഷിതാവിന് പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഈ വ്യാഖ്യാനം ഏകാന്ത മാതാപിതാക്കളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും കുട്ടിക്ക് ഏതാണ് നല്ലത് എന്നതുമായി യോജിക്കുകയും ചെയ്യുന്നു. ഒരു രക്ഷിതാവ് മറ്റൊരാളുടെ സമ്മതമില്ലാതെ പേര് രജിസ്റ്റർ ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കോടതി തിരിച്ചറിഞ്ഞുവെങ്കിലും നിയമം പറയുന്നത് അവഗണിക്കാൻ അത് ഒരു കാരണമാകരുതെന്ന് കോടതി പറഞ്ഞു. കുട്ടിയുടെ പേരിടുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് നിയമപരമായ മാർഗങ്ങളിലൂടെ കൈകാര്യം ചെയ്യാമെന്ന് കോടതി എടുത്തു പറഞ്ഞു. കുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഹൈക്കോടതി പാരന്റ്സ് പാർട്ടിയ അധികാരപരിധി പ്രയോഗിക്കുകയും കുട്ടിയുടെ ക്ഷേമം, സാംസ്കാരിക വശങ്ങൾ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ, സാമൂഹിക ആചാരങ്ങൾ എന്നിവ കണക്കിലെടുത്ത് കോടതി ഒരു പേര് തിരഞ്ഞെടുത്തു. അതിനാൽ കുട്ടിയുടെ അമ്മയുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. അതുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാനായി ഒരു അമ്മയ്ക്ക് തനിയെ അപേക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.